ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ സൺഡേ ഈവനിങ് നല്ലൊരു മഴ, പ്രത്യേകിച്ച് കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ വെറുതെ ഒരു വോയിസ് ഓവർ കൊടുത്തിട്ട് ഒരു ഈവനിങ് വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ കൂടുതലും ഷോർട്സാണ് ഇടാറ്, അതാണ് എളുപ്പം. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പോകും. അപ്പോൾ എല്ലാവരും പറഞ്ഞ് ഷോർട്സിലല്ല, ഇടയ്ക്ക് വീഡിയോ ഇടണം, ലോങ് വീഡിയോ ഇടണം, വോയിസ് ഓവർ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ എനിക്കൊരു മടിയാണ്. എൻ്റെ ശബ്ദം ഇങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം ഞാൻ എന്തായാലും ഇന്നൊരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ ചാനൽ ഫമീസ് ഫാമിലി വ്ളോഗ് എന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം, അൽഹംദുലില്ലാ ഒരു മാസം കഴിഞ്ഞു. 250 സബ്സ്ക്രൈബേഴ്സ് ആയി. ഞാനൊരിക്കലും വിചാരിച്ചിട്ടില്ല, ഈ ചാനൽ ഞാൻ തുടങ്ങുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഒരു മാസം കൊണ്ട് 100 സബ്സ്ക്രൈബെങ്കിലും ആവുമെന്നാണ് ഞാൻ എൻ്റെ ഇക്കാനോട് ആദ്യം ചോദിച്ചത്. പക്ഷേ അൽഹംദുലില്ലാ ആ ഒരു ഇത് എനിക്ക് 10 ദിവസം കൊണ്ട് 100 സബ് കിട്ടി. ഇപ്പോൾ ദാ ഒരു മാസം കൊണ്ട് 250 സബ്സ്ക്രൈബേഴ്സ്, മാഷാ അല്ലാ. പിന്നെ ചിലർ ചോദിച്ചു, വീട്ടിൽ ഈ പാത്രം കഴുകണതും ഈ കറി വെക്കണതും ചോറ് വെക്കണതും കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നതും ഒക്കെ വീഡിയോ എടുത്തിട്ട് അതിനെന്തിനാ വെറുതെ നേരം കളയുന്നു, അതൊക്കെ ആരെങ്കിലും കാണാൻ, എല്ലാവരും ഇപ്പോൾ ചെയ്യണ കാര്യങ്ങളല്ലേ എന്ന് എന്നോട് 2-3 ആൾക്കാർ ചോദിച്ചു. അവരോട് എനിക്കൊന്നും പറയാനില്ല, കാരണം അവർ ചെയ്യില്ല. അവർ ചെയ്യണവരെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കും. അത് പറഞ്ഞോട്ടെ, നിൻ്റെ വീഡിയോ ഒക്കെ ആരെങ്കിലും കാണുമോ, നീ ഇങ്ങനെയൊക്കെ ചെയ്യണത് ആരെങ്കിലും കാണുമോ, ആരെങ്കിലും എന്താ പറയണ ആൾക്കാർ കളി വെക്കും എന്നൊക്കെ പറഞ്ഞു. അതൊന്നും ഞാനിപ്പോൾ മൈൻഡ് ചെയ്യാറില്ല. ആദ്യം എനിക്ക് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി, പിന്നെ ഞാനത് നെവർ മൈൻഡ് ആ ഒരു രീതിയിൽ. കാരണം അവർ നമ്മൾ നല്ലത് ചെയ്താൽ ഒന്നും പറയില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അവരതിന് കുറ്റങ്ങൾ കണ്ടെത്താനേ ശ്രമിക്കും. ഇനിയിപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും അവർ അതിലത്തെ കുറ്റങ്ങൾ നോക്കി നടക്കും. അപ്പം ഞാനത് മൈൻഡ് ചെയ്യാറേ ഇല്ല. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളെ വീഡിയോ കാണാറില്ല. അത് നമ്മളുടെ ഇടയിലുള്ള കുറേ ആൾക്കാർ, നമ്മളെ വീഡിയോ കാണാത്ത ആൾക്കാരുണ്ട്. നമ്മളെ എന്താ പറയുക, നമ്മൾ സ്വന്തം കരുതുന്ന ആൾക്കാരൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. അതിലൊന്നും എനിക്ക് പരാതിയില്ല, കാരണം നമ്മളറിയാത്ത ആൾക്കാരാണ് കൂടുതൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണത്. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ എനിക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എൻ്റെ മൂത്തുമ്മാർ, ഇപ്പോൾ ഒരു കല്യാണം ഉണ്ടായിരുന്നു, കല്യാണത്തിന് പോയപ്പോൾ എൻ്റെ മൂത്തുമ്മാർ 2 പിന്നെ എൻ്റെ ഒരു മാമി, ഇവരൊക്കെ ഞാൻ ഉണ്ടാക്കിയ ഓരോന്നൊക്കെ ഇങ്ങനെ അത് സവോളച്ചാറ് ഉണ്ടാക്കിയില്ല, നല്ല രസമായി ഉണ്ടായിരുന്നു, അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ മൂത്തുമ്മാക്ക് ഞാൻ കാടമുട്ട ഒരു ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അത് കണ്ടപ്പോൾ നല്ല ഇഷ്ടം തോന്നിയെന്ന് പറഞ്ഞ്. എൻ്റെ മൂത്തുമ്മ കാണാറുണ്ടെന്ന് പറഞ്ഞ്. പിന്നെ എൻ്റെ ഇക്കാൻ്റെ ഫാമിലിയിൽ നിന്നാവട്ടെ, എൻ്റെ ഇക്കാടെ കുഞ്ഞുമാർ, അവർക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്. മാമിമാർ അവരൊക്കെ എന്നെ കണ്ടപ്പോൾ ഇങ്ങനെ പറഞ്ഞു, വീഡിയോസ് ചെയ്യണം കേട്ടോ, ഞങ്ങൾ കാണാറുണ്ട്, ഞങ്ങളിങ്ങനെ നോക്കി നിൽക്കും. ഞങ്ങൾ മക്കളോട് പറയും, ഫമിയുടെ വീഡിയോ വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷം തോന്നിയിട്ടാ. നമുക്ക് ഇങ്ങനത്തെ അംഗീകാരങ്ങൾ മതി. പിന്നെ എൻ്റെ കൂടപ്പിറപ്പുകൾ, പിന്നെ എൻ്റെ അനിയത്തികൾ, എൻ്റെ നാത്തുമാർ, ഇവരാണ് എന്നെ കൂടുതൽ കട്ടക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അവരുടെ സപ്പോർട്ട് എനിക്ക് എന്നും ഉണ്ടാവുമെന്നറിയാം. പിന്നെ എൻ്റെ ഇക്ക, പിന്നെ എൻ്റെ വീട്ടിൽ, പിന്നെ എൻ്റെ ഉമ്മ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഉമ്മക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇന്നെന്താ ഇടണത്, എൻ്റെ ഉമ്മയുടെ വിചാരത്തൊക്കെ ടി വിയിലാണ് വരണത് എന്നാണ്. അപ്പോൾ ഉമ്മ ചോദിക്കും, ഇന്നെന്താ ഉണ്ടാക്കണം ചോദിക്കും. പിന്നെ എൻ്റെ അനിയത്തിക്കും ഉണ്ടൊരു യൂട്യൂബ് ചാനൽ, അപ്പോൾ ഷാസ് ഫാമിലി എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ അവൾക്കുണ്ട്. അപ്പോൾ അവളുടെ വീഡിയോ വന്നിട്ടുണ്ടാന്നൊക്കെ ചോദിക്കും എൻ്റെ ഉമ്മ. നമുക്ക് ആ ഒരു അവരുടെയൊക്കെ ഒരു സന്തോഷം, അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് ഉണ്ടായാൽ തന്നെ നമുക്ക് വിജയിക്കാൻ പറ്റും. ഞാൻ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ വ്യൂവേഴ്സും ലൈക്കും ഒന്നും കിട്ടാണ്ടാകുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. ഇപ്പോൾ ഞാൻ ചെയ്ത ഒരു വീഡിയോക്ക് 6Kയുടെ അപ്പുറത്ത് വ്യൂവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലൈക്ക് അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യാറില്ല, ഞാനിപ്പോൾ അതൊന്നും നോക്കാറില്ല. ജസ്റ്റ് വീഡിയോസും ഷോർട്സും എല്ലാം പോസ്റ്റ് ചെയ്യും. ഇനിയും പുതിയ വീഡിയോസ് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും, ഡെയിലി പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നിങ്ങൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാ പിന്തുണയും ഇനി എനിക്ക് വേണം. എന്നെ ഇനി സപ്പോർട്ട് ചെയ്യുക, എൻ്റെ എല്ലാ വീഡിയോസും ഇനി നിങ്ങൾ കാണുക. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും.